കൊല്ലം അഞ്ചൽ കൊലക്കേസിൽ ചുരുൾ അഴിയുന്നതോടെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ്. രഞ്ജിനിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയത് രണ്ടാം പ്രതി രാജേഷ് എന്ന മുഖ്യപ്രതി ദിപിൽ കുമാർ. പ്രതികൾ കുടുംബവുമായി പോലും ബന്ധപ്പെടാതെ 18 വർഷത്തോളമാണ് ഒളിവ് ജീവിതം നയിച്ചത്. അഞ്ചലിൽ രഞ്ജിനിയെയും അവരുടെ 17 ദിവസം പ്രായമുള്ള ഇരട്ടക്കുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ CBI പ്രതികളെ പൊക്കിയത് കഴിഞ്ഞ ദിവസമാണ്. ഇതോടെ 1.5 പതിറ്റാണ്ട് മുൻപ് നടന്ന സംഭവത്തിന്റെ ചുരുളുകൾ ഒന്നൊന്നായി അഴിയുന്നു. രഞ്ജിനിയെയും കുട്ടികളെയും കൊലപ്പെടുത്തിയത് രണ്ടാം പ്രതി രാജേഷ് എന്നാണ് മുഖ്യപ്രതി ദിപിൽ കുമാറിന്റെ മൊഴി. ഇവരെ ഇല്ലാതാക്കണമെന്ന് നിർദ്ദേശിച്ചതും ഇയാളാണ്. കുഞ്ഞുങ്ങളുടെ ജനനത്തിനു മുന്നേ തന്നെ തങ്ങൾ കൊലപാതകം ആസൂത്രണം ചെയ്തെന്നും മൊഴികളിലുണ്ട്. രഞ്ജിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ രാജേഷ് അവിടെയെത്തി മറ്റൊരു പേരിൽ പരിചയപ്പെട്ടു. വാടക വീട്ടിലേക്കടക്കം ഇവരെ മാറ്റിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്നും അന്വേഷണ സംഘം പറയുന്നു. ദിപിൽ കുമാറിൽ നിന്നാണ് രഞ്ജിനി ഗർഭിണിയാകുന്നത്. കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കണമെന്ന് രഞ്ജിനി ദിപിലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിക്കാതെ വന്നതോടെയാണ് ക്രൂര കൊലപാതകം. ദിപിലിന്റെ സുഹൃത്താണ് കൂട്ടുപ്രതിയായ രാജേഷ്. കൊല നടത്തിയ ശേഷം മുൻ സൈനികരായ പ്രതികൾ 18 വർഷമാണ് ഒളിവിൽ കഴിഞ്ഞത്. ആദ്യ 2 വർഷം ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ കറങ്ങി. പിന്നീട് 2008 പുതുച്ചേരിയിലെത്തി മറ്റൊരു പേരിൽ താമസിച്ചു വരികയായിരുന്നു. ഇരുവരും അവിടെ വിവാഹം കഴിച്ചിരുന്നു. സ്വന്തം സ്ഥാപനം തുടങ്ങി ജീവിതം നയിച്ചു വരുന്നതിനിടെയാണ് വർഷങ്ങൾക്കിപ്പുറമുള്ള നിർണായക അറസ്റ്റ്. രഞ്ജിനിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഒരു ബില്ലാണ് കേസിൽ നിർണായക തെളിവായത്. ഒരു സ്ഥാപനത്തിൽ നിന്നും പ്രതികൾ വാങ്ങിയ ബൈക്കിന്റെ ബില്ലാണ് കിട്ടിയത്. കടയുടമയുടെ മൊഴിയും പ്രതികളെ കണ്ടെത്തുന്നതിൽ പ്രധാനമായി. ദിപിൽ നേരത്തെ സംശയനിഴലിലായിരുന്നുവെങ്കിലും സംഭവ സമയം ഇയാളുടെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കാൻ കഴിയാത്തത് പ്രശ്നമായി. ഈ ഘട്ടത്തിലാണ് സുഹൃത്തായ രാജേഷിന്റെ പങ്ക് ബോധ്യമാവുന്നതും ഇവരുടെ ഗൂഢാലോചനയും കൃത്യം നടത്തിയ രീതികളുമെല്ലാം വെളിപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.